ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ പുട്ടുപൊടി നനയ്ക്കുന്നതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ചക്കയൊന്ന് കുരു കളഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പിന്നെ വേണ്ടുന്ന തേങ്ങയാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊടി നനയ്ക്കാം. എല്ലാവർക്കും ചക്ക ഇഷ്ടമാണല്ലോ. നമുക്കിപ്പം ചക്ക വിഭവങ്ങൾ ഒരുപാട് ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ പുട്ടിങ്ങനെ പുഴുങ്ങി കഴിഞ്ഞാൽ നല്ല മയവുമാണ്. പഴവും വേണ്ട, പഞ്ചസാരയും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് പൊടി നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. വേറെ വെള്ളം എടുക്കുന്നില്ല. ഈ ചക്കയുടെ പേസ്റ്റ് വെച്ചാണ് മാവ് കുഴയ്ക്കുന്നത്. അപ്പം കുറേശ്ശെ നോക്കിയിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൊടിയെല്ലാം നല്ലപോലെ നനച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആ ചക്കയുടെ പേസ്റ്റ് കൊണ്ട് മാത്രമാണ് നനച്ചെടുത്തേക്കുന്നത്. നമ്മൾ ഒന്നിച്ചിടരുത്, കുറേശ്ശെ ഇട്ട് നനയ്ക്കാവുണ്ട്. നല്ലൊരു മണമൊക്കെ ഉണ്ട്. ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. തന്നെ ഇനി അങ്ങോട്ട് ചക്കയുടെ സീസണാണ്. നമുക്ക് ഒരു ചക്ക കിട്ടിയാൽ പല രൂപത്തിലും ആക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ ഞാൻ പൊടിയുടെ കൂടെ തന്നെ ചേർക്കുകയാണ്. ചിലർ ഇടയ്ക്കിടയ്ക്ക് ഇടും, പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. പുട്ടിനൊക്കെ എത്ര തേങ്ങ ചേർക്കുന്നതും ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നനഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പുഴുങ്ങിയെടുക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓളെന്ന ഓപ്ഷനും എനേബിൾ ചെയ്യുക. നല്ല പൂ പോലെ പൊടിഞ്ഞ്. നമ്മൾ പൊടി നനയ്ക്കുമ്പോൾ എപ്പോഴും കൈകൊണ്ട് തന്നെ പൊടിക്ക് നനയ്ക്കുക. പിന്നെ ഇത് പുഴുങ്ങിയെടുക്കാം. പുട്ടെല്ലാം വെന്തിട്ടുണ്ട്. നല്ലപോലെ ആവി വരുന്നുണ്ട്. കണ്ടില്ലേ, നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചക്കപ്പുത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.